മനുഷ്യസ്ഥാപിതമായ എല്ലാ സംവിധാനങ്ങളിൽ നിന്നും തിരുസഭയെ വ്യത്യസ്തമാക്കുന്ന ചില വസ്തുതകളുണ്ട്. ദൈവികമായ അതിൻ്റെ സ്ഥാപനവും നടത്തിപ്പുമാണ് ഏറ്റവും പ്രധാനം. ഓരോ കാലഘട്ടങ്ങളിലും തൻ്റെ തീരുമാനങ്ങളനുസരിച്ച് സഭയെ നയിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ദൈവം ചിലരെ നിയോഗിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഉറപ്പേറിയ സാന്നിധ്യശക്തിയാൽ അവരോരോരുത്തരും തങ്ങളുടെ ദൗത്യത്തിൽ വിശ്വസ്തയോടെ മുന്നേറുകയും കാലത്തിനനുസൃതമായി ദൈവജനത്തിന് വഴിതെളിക്കുകയും ചെയ്യുന്നു. അവർക്കുമേലുള്ള ദൈവവിളിയും അതിനോടുള്ള അവരുടെ വിശ്വസ്തതയും എല്ലാ മാനുഷിക സംവിധാനങ്ങൾക്കും അതീതമായി ഈ ദൈവിക സമൂഹത്തെ എക്കാലവും മുന്നോട്ട് നയിക്കുന്നു. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വലിയ സമൂഹത്തെ ഉറപ്പേറിയ വഴികളിലൂടെ നയിക്കുവാനും ഉറച്ച ബോധ്യങ്ങൾ പകർന്നു നൽകി ശക്തിപ്പെടുത്തുവാനും ദൈവം നിയോഗിച്ച വിശ്വസ്തനായ ഇടയൻ. കുടിയേറ്റകാലത്തിൻ്റെ പരാധീനതകൾക്കും അപര്യാപ്തതകൾക്കും പരിഹാരമേകാൻ ആ നാട്ടിലേക്ക് ദൈവമയച്ച പ്രിയങ്കരനായ അഭിഷിക്തൻ. ആടുകൾക്ക് പ്രിയപ്പെട്ട ഇടയനായും നേതൃസ്ഥാനങ്ങളിൽ ഏറ്റവും അനുയോജ്യനായ ശുശ്രൂഷകനായും ഒരു പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഉന്നതിയിലേക്ക് നയിച്ച ഉത്തമനായ കാര്യദർശിയായും തുടങ്ങി ഒട്ടനവധി സ്ഥാനങ്ങളിൽ സ്തുത്യർഹമാംവിധം മുന്നേറിയ കർത്താവിൻ്റെ വിശ്വസ്തൻ. കേരളത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക മാധ്യമ ശുശ്രൂഷയായ ദീപികയുടെ ഇന്നത്തെ തലവൻ മോൺസിഞ്ഞോർ മാത്യു എം ചാലിൽ വിവരണങ്ങൾക്കും വിശേഷണങ്ങൾക്കും അതീതനാണ്. ഓരോ കാലത്തും തനിക്കുമേലുള്ള ദൈവനിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ഏറ്റവും വിശ്വസ്തയോടെ ജീവിതം കൊണ്ട് അതിനോട് പ്രത്യുത്തരിച്ച ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായ ഈ ശുശ്രൂഷകൻ ഇന്നും ഒരു ചെറുപ്പക്കാരനെ വെല്ലുന്ന ഊർജ്ജസ്വലതയോടെ തൻ്റെ കർമ്മരംഗങ്ങളിൽ മുന്നേറുന്നു. പീഠത്തിൽ തെളിച്ചുവെച്ച ദീപം പോലെ ഈ ജീവിതം അനേകർക്കു മുന്നിൽ വെളിച്ചമാണ്. അന്ധകാരത്തിൻ്റെ ശക്തികൾ നന്മകൾക്കെതിരെ പടപൊരുതുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെ പ്രഭ പൊഴിക്കുന്ന ഉജ്ജ്വല ദീപം. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ തുടക്കം കുറിച്ച കേരള ചരിത്രത്തിലെ നിർണായകമായ ഒരേടാണ് മലബാർ കുടിയേറ്റം. 1940 മുതലാണ് മലബാറിൻ്റെ പ്രധാന കാർഷിക ആവാസ കേന്ദ്രങ്ങളിലേക്കെല്ലാം കുടിയേറ്റം ശക്തി പ്രാപിച്ചത്. ആ നാളുകളിലാണ് കോട്ടയം ജില്ലയിലെ ചിറ്റാറിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ ചെമ്പേരിയിലേക്ക് ചാലിൽ മാത്യുവും കുടുംബവും കുടിയേറിയത്. അധ്യാപകനും സാമൂഹിക പ്രവർത്തകനുമൊക്കെയായിരുന്ന തൻ്റെ പിതാവിനെ ആ കാലഘട്ടങ്ങളിൽ അനുഗമിക്കുവാൻ അന്ന് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ചാലിലച്ചന് സാധിച്ചില്ല എങ്കിലും ആ കുടുംബാന്തരീക്ഷമാണ് അദ്ദേഹത്തെ ശക്തനായൊരു പ്രേക്ഷിതനായി പിൽക്കാലത്ത് രൂപപ്പെടുത്തിയത്. 1946 ഫാദർ ഇവിടെ വന്ന് സ്ഥലമെടുത്തു. 48 കുടുംബമായിട്ട് എല്ലാവരും വന്നു. പക്ഷെ ഞാൻ മാത്രം വന്നില്ല. ഞാൻ വരുന്ന കുറേ കൂടെ കഴിഞ്ഞിട്ടാണ്. അതെന്തായിരുന്നു അച്ഛൻ കൂടെ പോരാതിരുന്നതിൻ്റെ കാരണം? ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന ആ കാലഘട്ടങ്ങളിൽ മലബാറിലെ ചെമ്പേരിലെ ആദ്യത്തെ കുടിയേറ്റക്കാരിൽ പെടും. അന്ന് ഇവിടെ സ്കൂളില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നു. പിന്നെ തുടങ്ങിയ സ്കൂളെന്ന് പറയുന്നത് LP സ്കൂൾ 1ഉം 2ഉം ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് പോന്നാൽ 2 വർഷം എനിക്ക് നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി.
എനിക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പോരാൻ തയ്യാറായില്ല. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 8 മക്കൾ. 2 കുഞ്ഞുങ്ങൾ അതിന് മുമ്പ് മരിച്ചു പോയിരുന്നു. ആകെ 10, അതിൽ 8 പേര് ഞങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛൻ എത്രാമത്തെ ആളാണ്? ഞാൻ 1ാമത്തെ ആൾ. അച്ഛനൊഴികെ ബാക്കി മക്കളെല്ലാവരും ഇങ്ങോട്ട് പോന്നോ മലബാറിന്? അന്ന് അധികം പേരില്ലായിരുന്നു ഇങ്ങോട്ട് പോരാനായിട്ട്. ഒരാളേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങ് പോരാൻ. മറ്റേ ആൾ ഇവിടെ വന്ന്, 3ാമത്തെ ആൾ ഇവിടെ വന്നാണ് ജനിച്ചത്. ചെറുപ്പം മുതൽ വിദ്യാഭ്യാസത്തോട് ഉറച്ച താൽപ്പര്യം മനസ്സിൽ സൂക്ഷിക്കുകയും ആത്മാർത്ഥമായി തന്നെ പഠിക്കുവാൻ എക്കാലവും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട മാത്യു അച്ഛന് പിൽക്കാലത്ത് ദൈവം നിശ്ചയിച്ചിരുന്ന വലിയൊരു ശുശ്രൂഷാ മേഖല തന്നെയായിരുന്നു വിദ്യാഭ്യാസ രംഗം. ഈ ജീവിതത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ശക്തമായതും മാറ്റമില്ലാത്തതുമായ ദൈവിക പദ്ധതികളുടെ മാഹാത്മ്യമാണ്. താൻ മുമ്പേ നിശ്ചയിച്ചിരുന്ന ഒരു സ്ഥാനത്തേക്ക് തൻ്റെ ശുശ്രൂഷകനെ കൈപിടിച്ചുയർത്തുവാനായി അവൻ്റെ ഉള്ളിൽ എക്കാലവും താൽപ്പര്യങ്ങളെ നിക്ഷേപിക്കുന്ന ഒരു ദൈവത്തെ നാം ഇവിടെ ദർശിക്കുന്നു. അച്ഛൻ്റെ ബാല്യകാല വിദ്യാഭ്യാസമൊക്കെ അപ്പോൾ നാട്ടിലായിരുന്നു? നാട്ടിലായിരുന്നു. ഏത് സ്കൂളിലാണ് പ്രാഥമിക പഠനമൊക്കെ നടത്തിയത്? പ്രാഥമിക പഠനം ചിറ്റാർ സെൻറ്റ് ജോർജ് LP സ്കൂൾ പാലായിലുണ്ട്. പാലായിൽ. അന്ന് എൻ്റെ ഫാദർ, എൻ്റെ ചാച്ചനൊരു അധ്യാപകനായിരുന്നു. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ തന്നെ 4 വയസ്സുള്ളപ്പോൾ തന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങി. ആ വർഷം ജയിക്കുകയും ചെയ്തു. ഒരു സാധാരണ SLC പാസ്സാകുന്നതിന് 1 വർഷം മുമ്പേ ഞാൻ പാസ്സായി. അത് ശരി. SSLC വരെ അതേ സ്കൂളിൽ തന്നെയായിരുന്നോ? ഇല്ല, അതൊരു LP സ്കൂളായിരുന്നു. ഞാൻ 4ൽ പഠിക്കുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാവരും ഇവിടേക്ക് പോകുന്നു. പിന്നെ ഒരു കുറച്ച് നാൾ ഞാൻ ചിറ്റാടിൽ തന്നെ എൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ താമസിച്ചു. അവിടെ നിന്ന് 5ാം ക്ലാസ് പാസ്സായതിന് ആ വർഷം കൂടെ 5ാം ക്ലാസ് അനുവദിച്ചു. 5ാം ക്ലാസ് പാസ്സായതിനു ശേഷം ഞങ്ങളുടെ അധികം അകലെയില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഹിന്ദു മാനേജ്മെൻറ്റിൽ എടനാട് ശക്തിവിലാസം സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂൾ ആരംഭിച്ചു. അപ്പം എൻ്റെ ചാച്ചൻ അധ്യാപകനായിരുന്നുകൊണ്ടും അവിടെയുള്ള അധ്യാപകർ ചാച്ചൻ്റെ സുഹൃത്തുക്കളായിരുന്നുകൊണ്ടും ആ സ്കൂളിൽ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെയും കൂടെ എന്നെയും എൻ്റെ വീട്ടിൽ നിന്ന് 2 പേരുണ്ടായിരുന്നു, അവരെയും കൂടെ അവിടെ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ 2 പേർ ഏതായാലും അവിടെ തന്നെ ചേർന്നു. അതുകൊണ്ട് അവിടെ 1 വർഷം പഠിച്ചു. ആ വർഷം പഠിച്ച് അത് വീട്ടിൽ ചാച്ചനും അമ്മച്ചിയൊന്നും അവിടെ ഇല്ലായിരുന്നുകൊണ്ട് ഏറ്റവും ഉഴപ്പാൻ പറ്റിയ അവസരമായിരുന്നു. അപ്പോൾ അങ്ങനെ 5ഉം 6ഉം ഞങ്ങൾ കുറച്ച് ഉഴപ്പി. ഭാഗ്യത്തിന് ജയിച്ചു. ഒരുപക്ഷെ യോഗ്യത കൊണ്ടായിരിക്കുകയില്ല, 1 വർഷം നഷ്ടപ്പെടുത്താൻ ജയിപ്പിച്ചേക്കാൻ പറഞ്ഞുകൊണ്ടാണെന്ന് അറിയില്ല. അതിനുശേഷം ഞാൻ പിന്നെ അമ്മ വീട്ടിലേക്ക് മാറി, രാമപുരത്തേക്ക്. രാമപുരത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ സ്ഥിതിഗതികളെല്ലാം മാറി. സ്കൂൾ വളരെ സ്ട്രിക്റ്റ്, വെൽ ഡിസിപ്ലിൻഡ്. വീട്ടിലാണെങ്കിൽ അമ്മ വീട്ടിലാണ് എൻ്റെ വല്യപ്പനുണ്ട്, അമ്മയുടെ അപ്പൻ. അദ്ദേഹം വളരെ സ്ട്രിക്റ്റാണ്. എപ്പോഴും പറയും, എടാ നിൻ്റെ അപ്പനും അമ്മയും എന്നെ ഏൽപ്പിച്ചേക്കുകയാണ്, ഇതിനെ കേടുകൂടാതെ തിരിച്ചേൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ജീവിച്ചോണം, കൃത്യമായിട്ട് പഠിച്ചോണം, കൃത്യമായിട്ട് പ്രാർത്ഥിച്ചോണം, എനിക്ക് ഒരു കേടുകൂടാതെ തിരിച്ചേൽപ്പിക്കണം നന്നായിട്ട് എന്ന് പറയും. അതുകൊണ്ട് സ്ട്രിക്റ്റായിരുന്നു. ആ സ്ട്രിക്ട്നെസ് അനുസരിച്ചാണ് പിന്നെ അവിടെ ജീവിച്ചത്. 10ാം ക്ലാസ് വരെ അവിടെ നിന്നാണ് പഠിച്ചത്? 10ാം ക്ലാസ് വരെ അവിടെ നിന്ന് പഠിച്ചു. ഉറച്ച ആത്മീയ പിന്തുണയോടുകൂടിയ ഒരു കുടുംബാന്തരീക്ഷമാണ് ഒരുവനെ തൻ്റെ ജീവിതാന്തസ് തിരിച്ചറിയുവാനും
ജീവിത വിജയത്തിലേക്ക് നടന്നെടുക്കുവാനും സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ബഹുമാനപ്പെട്ട ചാലിലച്ചൻ്റെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഇത് വ്യക്തമാണ്. പിതാവിൻ്റെയും മാതാവിൻ്റെയും കുടുംബങ്ങളുടെ ശക്തമായ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ശരിയായ ആത്മീയ ബോധ്യങ്ങളെ രൂപപ്പെടുത്തുവാൻ പര്യാപ്തമായിരുന്നു. ഈ സെമിനാരി ചേരണമെന്നുള്ള ആഗ്രഹം എന്നാണ് തുടങ്ങിയത്? എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ സെമിനാരി ചേരാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. സെമിനാരില്ല, വൈദികനാകുവാനായിട്ട്. അതെന്താ അതിന് കാരണമായ? പ്രധാനപ്പെട്ട കാരണം എൻ്റെ അമ്മയുടെ ആഗ്രഹം ഞാനൊരു വൈദികനായി കാണണമെന്നുള്ളതായിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ അനുജത്തിമാർ 4 പേരും സിസ്റ്റേഴ്സായിരുന്നു. അന്ന് സിസ്റ്റർമാരായില്ല എങ്കിലും ചേർന്നിരുന്നു. അതിൽ 2 പേര് ചേർന്നിരുന്നു. 2 പേര് അവർ ഈ കോൺവെൻറ്റിൽ ചേരാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നവരായിരുന്നു. പിന്നെ അമ്മയുടെ ആങ്ങള സെമിനാരി ചേർന്നിരുന്നു. അപ്പോഴവരെല്ലാം എനിക്ക് ഒരു വലിയ പ്രചോദനമായിരുന്നു. അപ്പം വേറൊരു കാര്യത്തിൽ ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. വൈദികനാകണം എന്നുള്ള ചിന്തയായിരുന്നു ആദ്യം മുതൽ. വീട്ടിലെ സാഹചര്യങ്ങൾ സ്വാധീനിച്ചോ? തീർച്ചയായിട്ടും. എൻ്റെ ചാച്ചൻ്റെ വീട്ടുകാർ പള്ളിയും ഒക്കെ ആയിട്ട് നല്ല ബന്ധം എന്നും കാത്തു സൂക്ഷിച്ചിരുന്നവരാണ്. അതുപോലെ വീട്ടിലെ പ്രാർത്ഥന വളരെ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും കൃത്യമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. സന്ധ്യാപ്രാർത്ഥന. ചാച്ചനൊക്കെ ചിലപ്പം താമസിച്ച് വന്നാൽ ചിലപ്പം വളരെ താമസിച്ച് ചിലപ്പം പ്രാർത്ഥിക്കുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ പ്രാർത്ഥന മുടങ്ങിയാൽ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റ് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കണം. അതായിരുന്നു അന്നത്തെ ഒരു രീതി. ചാച്ചൻ അവിടെ പക്ഷേ ചാച്ചൻ അങ്ങനെ ഈ വൈദിക വൃത്തിയെപ്പറ്റിയൊന്നും അങ്ങനെ പറഞ്ഞിരുന്നില്ല. പക്ഷേ നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുന്ന കാര്യത്തിൽ വീട്ടിൽ അപ്പൻ്റെ വീട്ടുകാർ, ചാച്ചൻ്റെ വീട്ടുകാരെല്ലാവരും വളരെ തൽപരരായിരുന്നു. പ്രാർത്ഥനാ ജീവിതം, പള്ളിയായിട്ടുള്ള ബന്ധങ്ങൾ, സമൂഹമായിട്ടുള്ള ബന്ധങ്ങൾ, വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. പൗരോഹിത്യം എന്ന ദൈവവിളി സ്വീകരിക്കുന്നതിന് പ്രത്യേകമായ പ്രോത്സാഹനം എവിടെ നിന്ന് അച്ഛൻ ലഭിച്ചിട്ടുണ്ടോ? ഞാൻ പെട്ടെന്ന് വിചാരിക്കുന്നത് എൻ്റെ അമ്മയുടെ അനുജത്തിമാർ, സിസ്റ്റേഴ്സുണ്ട്, ഒരു ചേച്ചിയുണ്ട്. അവർ തുടക്കം മുതൽ പറയും എന്നെ മത്തച്ഛനാണ് വിളിക്കും. മത്തച്ഛൻ ഒരു അച്ഛനായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഒരു വലിയ അവരെനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പിന്നെ എൻ്റെ അമ്മ ഇതിനു വേണ്ടി തുടക്കം പോലെ പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയാം. അമ്മച്ചി എന്നോട് ഒരിക്കൽ ഞാൻ പറഞ്ഞ് ഓർക്കുന്നുണ്ട്, ഇവർ 2 പേര്, 2 സഹോദരി, അടുത്തടുപ്പുള്ള ഫസ്റ്റ് കസിൻസ്, 2 സഹോദരിമാർ പള്ളിയിൽ ഞങ്ങൾ കൊച്ചുങ്ങളായിരുന്നു. ഞങ്ങളുടെ 2 പേർക്കും ഒരു ആൺമക്കളാവുള്ള അവരെ എടുത്തുകൊണ്ട് പള്ളിക്കൽ നിന്നപ്പോഴൊരു കല്യാണം നടക്കുന്നുണ്ട്. അവർ കല്യാണം കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഇവർ തമ്മിൽ ചോദിച്ചു, പള്ളിക്ക് നിന്നപ്പോൾ എന്താ തോന്നി? ഞങ്ങൾ ആദ്യം വളരെ കൊച്ചുങ്ങളായിരുന്നു, നിലത്ത് കിടത്തിയിട്ട്. എന്നാലും ഒരാൾ പറഞ്ഞു, എൻ്റെ മകന് ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ആ വിവാഹവേദിയിൽ നിൽക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹം, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞിങ്ങനെയാണ്, ആ വിവാഹം ആശീർവദിക്കുന്ന ഒരു വൈദികനായിട്ട് എൻ്റെ മകൻ നിന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മച്ചി ഇന്നും പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എൻ്റെ അമ്മാവന്മാർ അവരുടെ പ്രത്യേക പ്രാർത്ഥന. സെമിനാരിലെ വൈദികർ, ഞാൻ സക്രിയാസച്ചനെയും ഔറേലിയനച്ഛനെയും പ്രത്യേകം ഓർക്കുന്നു. ആദ്യം പറഞ്ഞ അച്ഛന്മാരുണ്ടല്ലോ. പിന്നെ ഞങ്ങളുടെ ഇടവികാരിമാർ, കുടക്കച്ചെറിയച്ഛൻ, വരിയാടച്ചൻ, വെള്ളക്കാട്ടച്ചൻ, അവരൊക്കെ വലിയ പ്രോത്സാഹനം നൽകിയിട്ടുള്ളവരാണ്. ഒരു പ്രദേശത്തെ മുഴുവൻ ആത്മീയതയുടെ ഔന്നത്യത്തിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ വ്യക്തിപ്രഭാവത്തോടു കൂടിയ പുണ്യചരിതനായ വൈദിക ശ്രേഷ്ഠനായിരുന്നു വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചൻ. ആ മഹാനായ ദൈവശുശ്രൂഷകന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ രാമപുരത്തെ വാസം ചാലിലച്ചനെ ഏറെ സ്വാധീനിച്ചിരുന്നു. തൻ്റെ ഉള്ളിലെ
ദൈവസ്വരത്തെ കാലാകാലങ്ങളിൽ തിരിച്ചറിയുന്നതിനും ദൈവം നിശ്ചയിച്ച വഴിയെ നീങ്ങുന്നതിനും ഒടുവിൽ ജീവിതത്തെ ദൈവത്തിനായി മാറ്റിവയ്ക്കുന്നതിനായുള്ള നിർണായക തീരുമാനം കൈക്കൊള്ളുന്നതിനുമെല്ലാം രാമപുരം പള്ളിയും കുഞ്ഞച്ചനും വഹിച്ച പങ്ക് നിസ്തുലമാണ്. രാമപുരത്ത് പഠിച്ചുകൊണ്ടിരുന്ന ചെന്ന ദിവസം മുതൽ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. കാരണം അവിടെ രാമപുരത്തിന് പ്രത്യേക ഒരു കൾച്ചറായിരുന്നു എനിക്ക് തോന്നുന്നു. ചിറ്റാട്ടിൽ അവിടുത്തെ പള്ളിയൊക്കെ ഒരു കുന്നിൻ്റെ മുകളിലാണ്, ശരിക്കും വഴിയൊന്നുമില്ലായിരുന്നു. രാമപുരത്ത് അങ്ങനെയല്ല, ഒരു മുക്കവലയിലാണ് പള്ളി എന്ന് പറയുമ്പോൾ വളരെ സൗകര്യമാണ് പോകുവാനായിട്ട്. പിന്നെ ധാരാളം അച്ഛന്മാരുണ്ട്, വികാരിച്ചനുണ്ട്, അസ്തേന്ത്യമാരുണ്ട്, പിന്നെ റിട്ടയർ ചെയ്തിരിക്കുന്ന അച്ഛന്മാരുണ്ട്. അപ്പോൾ കുർബാന എപ്പോൾ വേണം, അതായത് രാവിലെ പല സമയത്തും ഉണ്ടായിരുന്നു. തന്നെയുമല്ല, ഞങ്ങളുടെ അമ്മ വീട്ടിൻ്റെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു പ്രാർത്ഥന ചൈതന്യമുള്ള വീടായിരുന്നു. എല്ലാവരും കുർബാനയ്ക്ക് മാറി മാറി പോകുന്ന, എല്ലാ ദിവസവും പോകുന്ന ഒരു രീതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. യാദൃച്ഛികമായിട്ട് ചിലപ്പോൾ സ്ത്രീകൾ ആരെങ്കിലും ഒരാൾ വീട്ടിലിരുന്നെങ്കിലായി അവർക്കുണ്ട് തൊട്ടടുത്തൊരു കോൺവെൻ്റ് ഉണ്ട്, അവിടെ പോയി കുർബാന കാണാൻ സൗകര്യമുള്ളതുകൊണ്ട് ചിലപ്പോൾ അവരവിടെ പോവും. എങ്ങനെയായാലും പൊതുവെ ഞങ്ങളൊക്കെ എല്ലാവരും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിരുന്നു. ഈ കുഞ്ഞച്ചൻ ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞച്ചൻ്റെ കുർബാന രാവിലെ എല്ലാ ദിവസവും 5:30 മണിക്കുണ്ട്. അപ്പോൾ ആ കുർബാനയ്ക്ക് ഞങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ നേരത്തെ തിരിച്ചു വരാം, അതിനുശേഷം പഠിക്കാം, അതിനുശേഷം സ്കൂളിൽ പോകാൻ സമയമുണ്ട്. അത്ര വലിയ അകലമായിരുന്നില്ല വീടും പള്ളിയായിട്ട് അല്ലെങ്കിൽ സ്കൂളുമായിട്ട് വളരെ ദൂരം ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അധ്യാപകരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ദൈവവിളിക്കുള്ള എന്തെങ്കിലും പ്രോത്സാഹനം കിട്ടിയതായി ഓർക്കുന്നുണ്ടോ? അവിടെ ഈ ഞങ്ങളുടെ സ്കൂളിൽ കൂടെ മിഷണറിമാർ വരുമായിരുന്നു. ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ അച്ഛനായിരുന്നു. അപ്പോൾ ആ വരുന്നവരെല്ലാം ഈ 10ാം ക്ലാസ്സിൽ കൊണ്ടുവരുമായിരുന്നു. പിന്നെ ഞങ്ങളെ പലരും ഇൻ്റർവെല്ലിൻ്റെ സമയത്തൊക്കെ ചിലപ്പം പരിചയപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് ഈ മിഷണറിമാർ ഇങ്ങനെ കൂടെ വരികയും അല്ലെങ്കിൽ അച്ഛന്മാർ വരികയും പ്രത്യേകിച്ച് മിഷനിൽ നിന്നുള്ളവർ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും അതൊരു പ്രോത്സാഹനം അവർ തന്നിരുന്നു. പിന്നെ രാമപുരം പോലുള്ള സ്ഥലങ്ങളിൽ അധ്യാപകരെല്ലാവരും തന്നെ ഇതിനോട് ദൈവങ്ങളുടെ ഒരു പ്രോത്സാഹന മനോഭാവമുള്ളവരായിരുന്നു. ആരും വിമർശിക്കുന്ന അങ്ങനെ ഒരു രീതി ഞാൻ കേട്ടിട്ടില്ല. ഈ കാലഘട്ടത്തിൽ അച്ഛൻ്റെ കുടുംബാംഗങ്ങളൊക്കെ മലബാറിലെ ചെമ്പേരിലല്ലായിരുന്നോ? അതെ അതെ. അവിടെ പോകാറുണ്ടായിരുന്നോ? അതിൽ വന്ന് കാണുമായിരുന്നോ? ഞാൻ സെക്കൻഡ് ഫോറം വരെ, അതായത് അന്ന് 7ാം ക്ലാസ് സെക്കൻഡ് ഫോറം എന്നാണ് പറയുന്നത്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയുള്ള. അപ്പോൾ സെക്കൻഡ് ഫോറം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മലബാറിലേക്ക് വരണമെന്ന് വലിയ ആഗ്രഹമായി. അങ്ങനെ ഞാനിവിടെ വന്നപ്പം ഇവിടുത്തെ സ്കൂളിൽ അന്ന് ഞാൻ പഠിക്കുന്നതിനൊക്കെ 2 ക്ലാസ് താഴെയുള്ള ക്ലാസ്സേ ഉള്ളൂ. പക്ഷേ എന്നെ അവിടെ അന്നേരം ഇവിടുത്തെ വിചാരിച്ചും പറഞ്ഞു നല്ല സ്കൂളാണ്, ഇവിടെ കുട്ടികൾ കുറവായിരുന്നേ. അപ്പോൾ എൻ്റെ ചാച്ചനിവിടെ വന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അന്നേരം പറഞ്ഞ് അന്നത്തെ വിചാരിച്ചും കൊടക്കിച്ചൻ അച്ഛനാണ്. അച്ഛൻ പറഞ്ഞു നല്ല സ്കൂളാണ്, ഇവിടെ തന്നെ താമസിച്ചു. വീട്ടിലെ ഒരു അല്പം പ്രോത്സാഹനം കൊണ്ടാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വീട്ടിൽ അന്ന് എന്നെപ്പോലുള്ള ഇച്ചിരി ഒന്ന് ഓടാനും പിടിക്കാനുള്ള ഒരാളുള്ള വീട്ടിൽ സൗകര്യമാണല്ലോ. ചാച്ചൻ സ്കൂളിൽ പോകുന്ന ആളാണ്, അപ്പം അമ്മച്ചിയൊന്ന് സഹായിക്കാനൊക്കെ ഒരാളുള്ളത് നല്ലതാണെന്നുള്ള വിചാരം കൊണ്ടുകൂടി ആയിരിക്കണം. എൻ്റെ കൂട്ടത്തിൽ അന്നുണ്ടായിരുന്ന അതേ ഗ്രൂപ്പിൽപ്പെട്ടവർ ഇവിടെ ചെമ്പേരി നിന്നവരെല്ലാം എന്നെക്കാൾ 2 ക്ലാസ് താഴെയാണ് എന്ന് നിന്നിട്ടുള്ളത്. ഞാനതുകൊണ്ട് 2 വർഷം മുമ്പ് തന്നെ പാസ്സായി സംസ്കരിച്ചു. മുമ്പ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തോടും വിദ്യാഭ്യാസ മേഖലയോടും ചെറുപ്പത്തിൽ തന്നെ വ്യക്തമായൊരു താല്പര്യം ഹൃദയത്തിൽ രൂപപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട ചാലിലച്ചൻ തൻ്റെ ജീവിതത്തിൽ ദൈവനിവേശിതമായൊരു ദൗത്യമായി ആ മേഖലയെ തിരിച്ചറിഞ്ഞിരുന്നു. ആ കാലഘട്ടത്തിൽ ദൈവം
തിരുസഭയെ ഭരമേൽപ്പിച്ച ശക്തമായൊരു ദൗത്യം തന്നെയായിരുന്ന ആ സേവന മേഖലയെക്കുറിച്ചുള്ള ബോധ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പകർന്നു നൽകിയത് പരിശുദ്ധാത്മാവല്ലാതെ മറ്റാരുമല്ല. ആദ്യകാല കേരള സമൂഹത്തിൽ ഏറെ വന്യപ്രേക്ഷിതരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച വിദ്യാഭ്യാസ മുന്നേറ്റം 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്തോടെ കുടിയേറ്റ മേഖലകളുടെ പശ്ചാത്തലത്തിൽ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നത് സാക്ഷര കേരളത്തിൻ്റെ ചരിത്രത്തിൽ പിൽക്കാലത്ത് സുവർണലിപികളിൽ എഴുതപ്പെടുകയുണ്ടായി. അത്തരമൊരു മുന്നേറ്റത്തിന് ചുക്കാൻ പിടിക്കുവാനും ഒരു ജനതയെ മുഴുവൻ പൊതുസമൂഹത്തിനു മുന്നിൽ കൂടുതൽ മൂല്യമുള്ളവരാക്കി മാറ്റുവാനുമുള്ള വലിയ ദൗത്യമാണ് പിൽക്കാലത്ത് ചാലിലച്ചനെ തേടിയെത്തിയത്. അന്ന് എനിക്ക് കൂടുതൽ ആഗ്രഹം പറയുകയാണെങ്കിൽ ഒരു ഈശോ സഭയിൽ ചേരണം എന്നുള്ളതായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈശോ സഭക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ അറിയപ്പെടുന്നവരാണ്. തന്നെയുമല്ല, ഞങ്ങളുടെ ഇടവകയിൽ, ചിറ്റാർ ഇടവകയിലെ സെൻറ്റ് ജോർജ് എന്ന് പേരുണ്ടെങ്കിലും സെൻറ്റ് ജോർജിനോട് ഭക്തിയുണ്ട്. അതേസമയം ഫ്രാൻസിസ് സേവ്യർ അവിടുത്തെ ഒരു സഹമധ്യസ്ഥൻ എന്നുള്ളതിൽ അവിടുത്തെ തിരുനാളൊക്കെ അതാണ്. ഇത് രണ്ടും ആഘോഷിക്കും എങ്കിലും സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ അവിടെ ആഘോഷിച്ചിരുന്നു. അപ്പോൾ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ആ ദൈവവിളിയെ പറ്റിയൊക്കെ ഇഗ്നേഷ്യസ് ലോയോളയുടെ ചോദ്യവും ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ വരാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളെ ധ്യാനിപ്പിച്ചിരുന്നത് പലപ്പോഴും ഈശോ സഭാ വൈദികരായിരുന്നു, ഇടവകയിലും സ്കൂളിലുമൊക്കെ. അപ്പോൾ ആ നിലയിൽ ഈശോ സഭയുടെ ഒരു പ്രത്യേക ബന്ധമുണ്ടായതുകൊണ്ട് അവിടെ ചേരാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ SLC പാസ്സാകുന്ന ആ സന്ദർഭത്തിൽ ആ വർഷമാണ് മലബാറിൽ ഒരു പുതിയ രൂപത തുടങ്ങുന്നത്. ആ വർഷമാണ് അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടായത്. തലശ്ശേരി. അതെ. അപ്പോൾ എൻ്റെ ബന്ധുക്കളായിട്ടുള്ള ചിലരുണ്ടായിരുന്നു ഈ രൂപതയായിട്ട് കുറച്ച് അടുപ്പമുള്ളവർ. തലശ്ശേരി കുടിയേറ്റവുമായിട്ട് പോലെ പ്രത്യേകിച്ചും എൻ്റെ ഒരു അങ്കിള് അഗസ്റ്റിൻ കീലത്തച്ഛൻ, അദ്ദേഹം സെമിനാരിയിൽ നിന്ന് തലശ്ശേരിക്ക് പുതിയ രൂപതയിൽ ചേരാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പ്രാവശ്യം എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ അച്ഛനാണ്, എന്നോട് പറഞ്ഞു SLC കഴിഞ്ഞിട്ട് ഇപ്പം എന്നാ തീരുമാനിച്ചിരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു സെമിനാരി പോകണം. എവിടെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു ഈശോ സഭയിൽ ചേരാനാണ് താല്പര്യം. എന്തിനാണ് ഈശോ സഭയിൽ ചേരുന്നത്? മലബാറിൽ എന്തുമാത്രം ജോലി ചെയ്യാനുണ്ട്, പ്രത്യേകിച്ച് നമുക്കൊരു പുതിയ രൂപതയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ തലശ്ശേരിയിലാണ് നമുക്ക് ഒത്തിരി പ്രവർത്തിക്കാനായിട്ടുള്ളത് പുതിയ രൂപതയിൽ. അതുകൊണ്ട് മലബാറിൽ തന്നെ ഒരു വൈദികനാകണം എന്ന് അദ്ദേഹം ശുപാർശ ചെയ്തു. ദൈവം സവിശേഷ ശ്രദ്ധയോടെ കൈപിടിച്ചുയർത്തിയ ഒരു ശുശ്രൂഷകൻ ദൈവവിളിയുടെ സ്നേഹമന്ത്രണത്തെ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ച പഴയ നാളുകളെ സ്മരിക്കുമ്പോൾ അത് ഏറെ ആവേശഭരിതമാണ്. ദൈവം വഴി നടത്തിയ നിമിഷങ്ങൾ, സ്വർഗീയ സംരക്ഷണത്തിൻ്റെ തിരിച്ചറിവുകൾ, ഒരാത്മാവിനെ ഏറ്റവും സ്നേഹത്തോടെ തൻ്റെ ഹൃദയത്തിൽ സംവഹിച്ച അനുഭവങ്ങൾ, ഇവയെല്ലാം ഏറെ പ്രചോദനാത്മകമാണ്. ദൈവസ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഓർമ്മകളിലേക്കുള്ള യാത്ര തുടരുന്നു. കർത്താവിന് പ്രിയങ്കരനായ ഒരു പ്രേഷിതൻ്റെ വാക്കുകൾക്കായി പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. ചെമ്പേരി വന്നു കഴിഞ്ഞപ്പോൾ കൊടക്കിച്ചിറച്ചനും കൂടെ കൂടി എന്നെ പിതാവിൻ്റെ അടുക്കൽ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ വള്ളപ്പിളിവ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നു. വൈദികൻ ആകാനായിട്ട് 3 S ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സയൻസ്, സാങ്ക്ടിറ്റി, സാനിറ്റി. തൃശ്ശൂർ സെമിനാരിലേക്കാണ് കിട്ടിയേക്കുന്നത്, വളരെ നല്ലതാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ഇതാണ്, അതിൻ്റെ റെക്ടർ ഫാദർ സക്രിയാസ് വാഴപ്പള്ളിയാണ്. അദ്ദേഹം ഒരു നല്ല വൈദികനാണ്. അതുപോലെ തന്നെ
തൃശ്ശൂർ സെമിനാരി എല്ലാവരും വളരെ നല്ല ഒരു ഫോർമേഷൻ കിട്ടുന്ന സെമിനാരിയാണ്. അതുകൊണ്ട് ഭാഗ്യവാനാണെന്ന് എന്നോട് പറഞ്ഞു.